UDF-നെ അധികാരത്തിലെത്തിക്കാൻ പാടുപെട്ട നല്ലവണ്ണം അധ്വാനിച്ച ഒരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ. പേര് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. UDF-നെ അധികാരത്തിലേറ്റുക മാത്രമല്ല, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനും ഏറെ കഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യൂസ് ചാനലായ മീഡിയ വൺ അവർ നടത്തിയ ചർച്ചകൾ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ തെരുവിലേക്ക് ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ UDF-ന് അനുകൂലമാക്കി ഏകീകരിപ്പിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ പ്രസ്ഥാനവും കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നോർക്കണം. ആ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നു. നേരത്തെയും വന്നിരുന്നു. അതേക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പോഴിതാ ഹമീദ് വാണിയമ്പലം വെൽഫെയർ പാർട്ടിയുടെ നേതാവാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും കൂടിയാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ ചട്ടലംഘനമാണ് നടത്തിയത്. ഇത് മതേതര കേരളത്തെ അപമാനിക്കലാണ്. VC-മാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരും വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പ്രത്യേക വകുപ്പും മന്ത്രിമാരുമുണ്ട്. അവരോടില്ലാത്ത ഉത്തരവാദിത്തം മോഹൻ ഭഗവതിനോടും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ലാത്ത കേന്ദ്ര സർക്കാർ നോമിനിയായ ഗവർണറോടും ഉണ്ടെങ്കിൽ VC സ്ഥാനം രാജിവെച്ച് കുറുവടിയും വള്ളി ട്രൗസറുമിട്ട് ശാഖയിൽ പോകുന്നതാണ് VC-മാർക്ക് നല്ലത്. ജനാധിപത്യ മര്യാദയില്ലാത്ത RSS നോമിനികളായ ഗവർണർമാർ ഉള്ളിടത്തോളം കാലം അവർക്കിഷ്ടമുള്ള VC-മാരുണ്ടാകും. ഇത് BJP-ക്കെതിരെ, ഗവർണർക്കെതിരെ, VC-മാർക്കെതിരെയുള്ള പ്രസ്താവനയാണ്. ആദ്യത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫാണ് നിർണായകം. ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണർ സർവകലാശാലകളുടെ ചാൻസലർ ആയിരിക്കണം എന്ന് എവിടെയും എടുത്തു പറയുന്നില്ല. എന്നാൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന സർവകലാശാല നിയമങ്ങൾ വഴിയാണ് ഗവർണർക്ക് ഈ പദവി നൽകിയിട്ടുള്ളത്. കേരള നിയമസഭ ഇതിനകം തന്നെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബിൽ, യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെന്റ് ബിൽ പാസാക്കുകയും ഗവർണർ അത് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത പശ്ചാത്തലം നിലവിലുണ്ട്. അതിന്മേൽ നിയമപോരാട്ടങ്ങൾ നടത്തുകയോ ആവശ്യമെങ്കിൽ പുതിയ ബിൽ അവതരിപ്പിച്ച് പാസാക്കുകയോ ചെയ്യണം. ഭരണഘടന ഉറപ്പു നൽകുന്ന രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം നിലനിർത്താൻ ഫാസിസ കാലത്ത് അതല്ലാതെ മറ്റ് വഴികളില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമത്തെക്കുറിച്ചാണ് ഹമീദ് വാണിയമ്പലം പറയുന്നത്. അന്ന് നിയമസഭയിൽ ആ ബില്ലിനെ എതിർത്തവരാണ് അന്നത്തെ പ്രതിപക്ഷമായ UDF, ഇന്നത്തെ ഭരണപക്ഷം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കൊണ്ടുവന്ന നിയമത്തെ എതിർക്കുക മാത്രമല്ല, ഗവർണറെ കണ്ട് നിയമത്തിൽ ഒപ്പിടരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്, മുന്നണിയാണ് UDF. ആ UDF-നെ അധികാരത്തിലെത്താൻ കഷ്ടപ്പെട്ട വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടിയും. അവരാണിപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്തെ നിയമം ഒന്നുകിൽ അത് വീണ്ടും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കണം, നിയമപരമായി എന്താണ് അതിൻ്റെ സാധ്യത എന്ന് നോക്കണം, അതല്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? നിയമസഭയിൽ ബില്ല് നിയമസഭ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർവകലാശാല നിയമ ഭേദഗതി ബിൽ LDF സഭയിൽ അവതരിപ്പിച്ചു. LDF സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു. അതിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അന്ന് ഗവർണറിൽ നിന്നും ചാൻസലർ പദവി എടുത്തു മാറ്റാനുള്ള നിയമനിർമ്മാണങ്ങൾക്കാണ് ശ്രമിച്ചിരുന്നത്. 2022 നവംബറിൽ ഇതിനായി ഓർഡിനൻസ് അംഗീകരിക്കുകയും ഡിസംബറിൽ നിയമസഭ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ നിലയാണ് പിന്നെ ഉണ്ടായത്. ഈ ബില്ലിനെ നിയമസഭയിൽ UDF എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ഒരു സ്വയം വിമർശനം നടത്തണം. UDF-നെ അധികാരത്തിലെത്തിക്കാൻ പണിപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് സ്വന്തം അണികളോടെങ്കിലും അത് പറയണം. എന്താണ് UDF എന്ന് അന്ന് തന്നെ
മനസ്സിലാക്കേണ്ടതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ജനവിഭാഗങ്ങളും. എന്നാൽ മുസ്ലിം ജനവിഭാഗങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് UDF അനുകൂലമാക്കി മാറ്റാനാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ പണിയെടുത്തത്. ഇപ്പോൾ എന്നിട്ട് വിലപിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത് ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇതിനേക്കാളും വലുത്.